ഷൂട്ടിംഗ് പരിശീലകൻ ദ്രോണാചാര്യ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് 85-ാം വയസ്സിൽ കോട്ടയം ഉഴവൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. ഒളിമ്പിക്സ് സ്വർണ്ണമടക്കം അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ 100-ലധികം മെഡലുകൾ നേടിയത് സണ്ണി തോമസിന്റെ ശിക്ഷണത്തിലായിരുന്നു. ഇന്ത്യൻ ഷൂട്ടിങ്ങിന്റെ ദ്രോണാചാര്യൻ. മെഡൽ മുഴക്കത്തിലേക്ക് ലക്ഷ്യം തെറ്റാതെ കാഞ്ചിവലിക്കാൻ അനേകം ശിഷ്യരെ പ്രാപ്തരാക്കിയ പ്രൊഫസർ സണ്ണി തോമസിനേക്കാൾ ദ്രോണാചാര്യൻ എന്ന വിശേഷണം മറ്റാർക്ക് ചേരുമെന്നത് സംശയം. അഭിനവ് ബിന്ദ്ര, ജസ്പാൽ റാണ, രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ, അഞ്ജലി ഭാഗവത്, ഗഗൻ നാരംഗ്, ഇതിഹാസങ്ങളായ ഈ ശിഷ്യഗണങ്ങളുടെ പേരുകൾ മതി സണ്ണി തോമസിന്റെ തലപ്പൊക്കം മനസ്സിലാക്കാൻ. പത്താം വയസ്സിൽ നാടൻ തോക്കിലായിരുന്നു ആദ്യ പരീക്ഷണം. കോട്ടയം റൈഫിൾ ക്ലബിൽ ചേർന്നതോടെ അത് ശാസ്ത്രീയമായി. പിന്നീട് ഇംഗ്ലീഷ് അധ്യാപകനായപ്പോഴും തോക്കിനോടുള്ള കമ്പം വിട്ടില്ല. 5 തവണ സംസ്ഥാന ചാമ്പ്യനും 1976-ൽ ദേശീയ ചാമ്പ്യനുമായി. 1993-ലാണ് ദേശീയ ഷൂട്ടിംഗ് പരിശീലകനായി സണ്ണി തോമസ് അവരോധിക്കപ്പെടുന്നത്. ലക്ഷ്യമില്ലാതെ വെടിയുതിർത്ത് നടന്നിരുന്ന ഇന്ത്യൻ ഷൂട്ടിങ്ങിന് അദ്ദേഹം നേർവഴി കാണിച്ചു. ചൈനീസ് ആധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തി ഇന്ത്യ വെടിയുതിർത്തു. മെഡലുകൾ വരിവരിയായി എത്തി. 2004-ൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോറിലൂടെ ആദ്യ ഒളിമ്പിക് വ്യക്തിഗത വെള്ളി. 2008-ൽ അഭിനവ് ബിന്ദ്രയിലൂടെ രാജ്യത്തിന്റെ ആദ്യ ഒളിമ്പിക് സ്വർണം. 2012-ൽ 2 മെഡലുകൾ കൂടി. ഇങ്ങനെ അന്താരാഷ്ട്ര വേദിയിൽ 100-ലധികം മെഡലുകളാണ് സണ്ണി തോമസിന്റെ ശിക്ഷണത്തിൽ ഇന്ത്യ വെടിവെച്ചിട്ടത്. ഒടുവിൽ 2014-ൽ 19 വർഷം നീണ്ട പരിശീലക ജീവിതത്തിന് അവസാനമിട്ട അദ്ദേഹം തോക്കു താഴെ വെച്ചു. ഇപ്പോൾ ജീവിതത്തിൽ നിന്നും കാലം എത്ര കഴിഞ്ഞാലും ഇന്ത്യൻ കായിക ചരിത്രത്തിൽ മുഴങ്ങുന്ന ഓർമ്മയായി പ്രൊഫസർ സണ്ണി തോമസ് ഉണ്ടാകും. സ്പോർട്സ് ഡെസ്ക് 24.